സോ 2020 സ്ക്വയർ ഫീറ്റിൽ 4.75 സെൻറ്റ് പ്ലോട്ടിൽ 4 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയ, നല്ലൊരു മനോഹരമായ ഒരു ഡിസൈൻ സ്ട്രക്ചറാണ് നമുക്ക് വീടിന് കിട്ടുന്നത്. നമുക്ക് നല്ലൊരു വിശാലമായൊരു ലിവിങ് ഏരിയ സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ, മൊത്തത്തിലൊരു നല്ലൊരു വ്യത്യസ്തമായ ഡിസൈനിലാണ് ഇവിടെ എല്ലാവരും ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. നല്ലൊരു ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പുക്കാട്ടുപടിയിൽ പുതുപുത്തൻ വില്ല സ്വന്തമാക്കാം. 2020 സ്ക്വയർ ഫീറ്റിൽ 4.75 പ്ലോട്ടിൽ 4 BHK കൂടിയുള്ള ഒരു മനോഹരമായതായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ല നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഞാൻ ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ലൊരു വൈഡ് റേഞ്ചിലുള്ള ഒരു വഴി കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. കാക്കനാടെല്ലാം വളരെ അടുത്തൊരു ലൊക്കേഷനാണ്. സിറ്റിയുടെ ഒട്ടും തിരക്കുകളില്ലാതെ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ അനുയോജ്യമായ ഒരു ലൊക്കേഷനാണ് ഈ വില്ലയുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ നല്ലൊരു മനോഹരമായ ഒരു ഗേറ്റ് പോർഷനും കാര്യങ്ങളെല്ലാം മതിലെല്ലാം നല്ലൊരു ഡിസൈൻ വർക്കിലൂടെ തന്നെ നൽകിയിരിക്കുന്നു. നമുക്ക് വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലേക്ക് എടുക്കാം. അകത്തെ കോമ്പൗണ്ടിൽ നമുക്ക് ഇവിടെ ഫ്ലോറിങ്ങിനായി ടൈലും കൂടാതെ നല്ലൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു നല്ലൊരു മനോഹരമായ ഒരു മുറ്റം ഏരിയയാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. കാർ പോർച്ച് ആണെങ്കിൽ ഒരു കബോർഡ് കാർ പോർച്ച് അവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ തൊട്ട് ഈ ഒരു സൈഡിലായി തന്നെ നിങ്ങൾക്ക് ഇവിടെയും ഒരു നല്ലൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും എല്ലാം കിട്ടുന്നുണ്ട്. നല്ലൊരു മനോഹരമായ ഒരു ഡിസൈൻ സ്ട്രക്ചറാണ് നമുക്ക് വീടിന് കിട്ടുന്നത്. വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നാച്ചുറൽ വെൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു കിണർ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു വാട്ടർ അതോറിറ്റി ഒരു പൈപ്പ് കണക്ഷനും കൂടിയുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ വെള്ളത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണത്. അടുത്തായി നമുക്ക് ഇവിടുന്ന് സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് ആണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ഗ്രാൻഡ് ഡിസൈനിൽ ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഈ വീടിൻ്റെ വുഡ് വർക്ക് എല്ലാം മഹാഗണി ആഞ്ഞിലി, അതായത് നമ്മുടെ ഫ്രെയിം വർക്കുകളും ഡോർ വർക്കുകളും എല്ലാം മഹാഗണി ആഞ്ഞിലി എന്ന വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ലിവിങ് ഏരിയ സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു TV യൂണിറ്റ് ഏരിയ, നല്ല മൾട്ടിവുഡ് നിർമ്മിച്ചിരിക്കുന്ന ഒരു നല്ല എലഗൻറ്റ് സ്റ്റൈലിലുള്ള ഒരു TV യൂണിറ്റ് ഏരിയ കൂടി നൽകിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ്. അഡ്വാൻസ്ഡ് കാര്യം എന്താണെന്നാൽ നമുക്ക് ഇവിടെ എല്ലാ ലൈറ്റ് ആക്സറീസും, അതായത് ഫാൻ, ലൈറ്റ് കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായ ഒരു സീലിംഗിൽ നല്ലൊരു പാനൽ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. വളരെ മനോഹരമായ ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിങ് ഏരിയയുടെ തൊട്ട് ബാക്കിൽ തന്നെയായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസ് കിട്ടുന്നത്. വാഷ് ഏരിയ യൂണിറ്റ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. സോ അടുത്തതായി നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു മോഡുലാർ ഡിസൈനിലുള്ള ഒരു ഓപ്പൺ സ്പേസ് കിച്ചൺ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സ്റ്റോറേജ് ഏരിയാസ് കൂടി, അതായത് ചിമ്നി വർക്കുകളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു മോഡുലാർ ഡിസൈനുള്ള ഒരു മനോഹരമായ ഒരു കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നു. അടുത്തതായി ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ബെഡ്റൂം ഏരിയ സ്പേസിലാണ്. അത്യാവശ്യം ഒരു ഏരിയ ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും നമുക്കൊരു ചെറിയൊരു കട്ടിലൊക്കെ ഇട്ട് ഒരു വാഡ്രോബോട് കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു കട്ടിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ കൂടുതൽ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരു ഇവിടെ സീലിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസും നമുക്ക് ഈ ഒരു ബെഡ്റൂമിനായി ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും വളരെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും നമുക്ക് ഒരു വാഡ്രോബ്, അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഈ വീടിന് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ ആണിത്. വുഡ് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനിൽ നൽകിയിരിക്കുന്ന ഒരു ഗ്ലാസും കൂടി ഉള്ള കോമ്പിനേഷൻ നൽകിയിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ് ഈ ഒരു സ്റ്റെയറിനെല്ലാം നൽകിയിട്ടുള്ളത്. വാഷ് ഏരിയ യൂണിറ്റ് നമുക്ക് ഈ ഒരു സൈഡിലും കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിന് തൊട്ടടിയിലായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ സ്പേസും കിട്ടുന്നുണ്ട്. നമുക്ക് മുകളിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ പോലെ നമുക്കൊരു ഓഫീസ് വർക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഒരു കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു മെയിൻ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വിശാലമായ ഒരു ലിവിങ് ഏരിയ സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ, നല്ലൊരു എലഗൻറ്റ് സ്റ്റൈലിൽ മൊത്തത്തിലൊരു നല്ലൊരു
വ്യത്യസ്തമായ ഡിസൈനിലാണ് ഇവിടെ എല്ലാവരും ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. വളരെ വിശാലമായ, താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പത്തിലുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെയും വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂം, അതായത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ കടന്നു വരുന്നത്. വളരെ നല്ലൊരു ബെഡ്റൂം തന്നെയാണ്, വളരെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്കിവിടെ ഇവിടെയും വാർഡ്രോബ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളുണ്ട്, നല്ല പാനൽ ലൈറ്റുകൾ ചെയ്ത സീലിംഗ് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലും നൽകിയിരിക്കുന്നു. അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസ് കൂടി നിങ്ങൾ കാണിക്കേണ്ടതാണ്. കാരണം യൂട്ടിലിറ്റി ഏരിയ ഈ വീടിനെ സംബന്ധിച്ച് കുറച്ച് വലിയൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ്. വീടിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനോട് കൂടി ചേർന്ന് തന്നെ വരുന്നതായതുകൊണ്ട് തന്നെ കവേർഡ് സ്പേസ് ആണ്. വളരെ വിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ്. ഇവൻ നമുക്ക് ഇത് പല പർപ്പസുകൾക്കായിട്ട് ഉപയോഗിക്കാം. വാഷിങ്ങിനായിട്ടും അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന, വാട്ടർ ഫെസിലിറ്റിയോട് കൂടി പൈപ്പ് കണക്ഷനോട് കൂടിയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം വയ്ക്കാനും എല്ലാം ഉള്ളൊരു സ്പേസ് ഉള്ള നല്ലൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവസാനമായി നമ്മൾ ഈ വീടിൻ്റെ മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ്. കാരണം നല്ലൊരു ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയ കവേർഡ് അല്ല, ഒരു സെമി കവേർഡ് ഏരിയ ആണ്. ഈ ഒരു ഏരിയ കവേർഡ് അല്ല, ആ ഒരു ഏരിയ കവേർഡുമാണ്. നല്ലൊരു വളരെ വലിപ്പത്തിലുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാം നല്ലൊരു ആംബിയൻ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ കൂടി നിങ്ങൾക്കായി ഇവിടെ ഈ വില്ലയിൽ ഒരുക്കിയിരിക്കുന്നു. സോ ഈ ഒരു വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ വളരെ ഡിമാൻഡ്ഫുൾ ആയ ഏരിയ ആണ്. കാരണം നമുക്ക് ഇൻഫോ പാർക്കിലേക്കെല്ലാം വരും 10 കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ചാർട്ടർ സ്കൂൾ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എല്ലാം വളരെ നിയർ ബൈ ലൊക്കേഷനാണ്. ഒരു 3 കിലോമീറ്റർ റേഞ്ചിലുമാണ് വരുന്നത്. ഒത്തിരി വില്ലകളുടെ കൺസ്ട്രക്ഷനും എല്ലാം നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് വില്ലകൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. സോ 2020 സ്ക്വയർ ഫീറ്റിൽ 4.75 സെൻറ്റ് പ്ലോട്ടിൽ 4 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്നിവയോട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വില്ല നേരിട്ട് വന്ന് കാണുവാനും ഈ വില്ല വാങ്ങുവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 82 ലക്ഷം രൂപയാണ് ഈ വില്ലയ്ക്ക് ഇവർ ചോദിക്കുന്ന വില. ഹോം ലോൺ സൗകര്യം ലഭ്യമാണ്. വില നെഗോഷ്യബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വില്ലയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വില്ലകളെല്ലാം നേരിട്ട് വന്ന് കാണുവാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടാതെ നിങ്ങൾക്ക് ഏത് ലൊക്കേഷനാണ് വില്ലകൾ ആവശ്യമുള്ളതെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.